അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോൾ നമ്മുടെ കരീമക്കായുടെ അരികിൽ പോയി വരികയാണ്. അദ്ദേഹത്തിന് ജനാസ കാണാൻ സാധിച്ചു. അല്ലാഹു തആല ആ സഹോദരന് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. ഇന്നൊരു 10:11 മണി വരെ നമ്മളെ ഹൈലതിൽ നമ്മളെ ഹോട്ടലിലും നമ്മുടെ ചുറ്റുപാടത്തൊക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹം. വളരെ ആക്റ്റീവായ ഒരു സുഹൃത്തും കൂടിയാണ്. വളരെ സൗഹൃദ ബന്ധങ്ങളുള്ള വലിയൊരു വലയങ്ങളുള്ള സുഹൃത്തും കൂടിയാണ് അബ്ദുൽ കരീം സാഹിബ് അവറുകൾ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തെ പോലെയുള്ള മരണം നാം ഓരോരുത്തരും കൊതിച്ചു പോകുന്നൊരു മരണം കൂടിയാണ്. വെള്ളിയാഴ്ച ദിവസം അത് വുളൂഓട് കൂടി അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ വെച്ച് ജുമുഅയുടെ സമയത്താണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാകുന്നത് എന്നുള്ള ഒരു വലിയൊരു സമാധാനം ആ കുടുംബത്തിനുണ്ടാകുമെന്നൊരു കാര്യം തീർച്ചയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ശാന്തിയും സമാധാനവും സ്വബറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അതുപോലെ നമ്മുടെ കൂട്ടുകാരൻ നമ്മളിന്ന് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ ഖൈറാത്തുകൾ, എല്ലാ നല്ല നല്ല കാര്യങ്ങളും ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ഹദിയ ചെയ്യണം. സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മഅവീതീൻ, തഹ്ലീലൊക്കെ ചൊല്ലി ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ റാഹത്തുള്ള മരണം നാം ഓരോരുത്തരും കൊതിക്കുന്നൊരു മരണം കൂടിയാണ് അദ്ദേഹത്തിന്. അദ്ദേഹം വെള്ളിയാഴ്ച നമ്മൾ അയിലതിൽ നിന്ന് പോയി ജുമയുടെ സുന്നത്തായി കുളി കഴിഞ്ഞു. പിന്നെ അദ്ദേഹം നേരെ എത്തിയത് പള്ളിയിലേക്ക്, അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിലേക്കാണ്. വുളൂ എടുത്ത് പള്ളിയിൽ ഖുർആൻ ഓതി. ആ സമയത്ത് അദ്ദേഹം ദാഹം വന്ന് തല്ലാജി പോയിട്ട് വെള്ളം എടുത്ത് വന്ന് ഇരുന്നപ്പോഴാണ് ഈ വേദന സംഭവിച്ചത്. ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാൻ സാധിച്ചത് അദ്ദേഹം പള്ളിയിൽ നിന്ന് തന്നെ വഫാത്തായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. യാ അല്ലാഹ്, ഞങ്ങളൊക്കെ പെടുന്നതിനുള്ള മരണത്തെ തൊട്ട് കാക്കണം അല്ലാഹ്, നീ കാക്കണം അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ കഫീൽ വളരെ ആക്റ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ട്. കഫീലും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളൊക്കെ ഉണ്ട് അവിടെ. എല്ലാവർക്കും അല്ലാഹ്, പ്രത്യേകിച്ച് ആ ഗഫീലിൻ്റെ കുടുംബത്തിനുള്ള ക്ഷമയെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അത് മാത്രമേ നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളൂ. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർസഖിയ സന്തോഷത്തിലാക്കട്ടെ, റാഹത്തിലാക്കട്ടെ. ഹുബ്സുൽ ഫാത്തിഹ.